പ്രഭാഷണ കലയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, ജീവിതകാലം മുഴുവൻ പ്രസംഗവേദികളുടെ ചിരി സാന്നിധ്യമായിരുന്ന മാർത്തോമാ സഭയുടെ വലിയ ഇടയൻ മാർ ക്രിസോസ്റ്റം മെത്രാപ്പോലിത്ത പ്രസംഗത്തിൽ ഉദ്ധരണികൾ പ്രയോഗിക്കുന്നവരെ കുറിച്ച് നടത്തിയ ഒരു തമാശയോടെ ഈ പാഠം ആരംഭിക്കാം. തിരുമേനിയുടെ ആ പൊട്ടിച്ചിരി ഇങ്ങനെ: നല്ല പ്രസംഗകർ കൊട്ടേഷൻസ് ഉപയോഗിക്കാറുണ്ടല്ലോ, ഈ മഹാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആ മഹതി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ. ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. കാരണം ഞാൻ പറയുന്നതെല്ലാം വല്ലവരുടേതുമാണ്. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. എന്നാൽ ചിലർ പറയും, ഇത് ഇന്നാര് പറഞ്ഞതാണ്, അങ്ങേര് പറഞ്ഞതാണ് എന്നൊക്കെ. ഇത് കേട്ടാൽ തോന്നും കൊട്ടേഷൻസ് ഒഴികെ ബാക്കിയുള്ളതൊക്കെ അവരുടെ സ്വന്തമാണെന്ന്. പ്രസംഗത്തിൽ ഉദ്ധരണികൾ കുത്തി നിറച്ചാൽ അതൊരു നല്ല പ്രസംഗമാകും എന്ന തെറ്റിദ്ധാരണ നമ്മൾ വെച്ചു പുലർത്തേണ്ടതില്ല. വിഷയത്തിനും സന്ദർഭത്തിനും ശ്രോതാക്കൾക്കും അനുയോജ്യമായതാകണം എപ്പോഴും ഉദ്ധരണികൾ. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ പോരാട്ടത്തിനായി ക്ലാസ് മുറി വിട്ടിറങ്ങിയ ഗ്രേറ്റ ട്യൂൻബർഗ് എന്ന 15-കാരിയുടെ വാക്കുകൾ ഇന്നും മുതിർന്നവരുടെ ഉള്ളിലെ ഇടിമുഴക്കമാണല്ലോ. പരിസ്ഥിതി പോരാട്ടത്തിന്റെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ഗ്രറ്റയുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള തുടക്കം എല്ലാ വേദികളെയും തീപിടിപ്പിക്കും എന്ന കാര്യം തീർച്ചയാണ്. UN കാലാവസ്ഥാ ഉച്ചകോടിയിലെ ആ വാക്കുകൾ പ്രസംഗകരെല്ലാം മനഃപ്പാഠമാക്കേണ്ടതാണ്. ആ വാക്കുകളിലെ തീർച്ചയും മൂർച്ചയും നോക്കുക. മുതിർന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ നൽകേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളുടെ പ്രതീക്ഷ വേണ്ട. എനിക്ക് നിങ്ങൾ പ്രതീക്ഷാഭരിതരാവണം എന്നില്ല. നിങ്ങൾ പരിഭ്രാന്തരാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ദിവസവും എനിക്ക് തോന്നുന്ന ഭയം നിങ്ങൾക്കും ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ നിങ്ങൾ പ്രവർത്തിക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പ്രതിസന്ധിയിൽ എന്ന പോലെ നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ വീടിന് തീ പിടിച്ചതുപോലെ നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അതിന് തീ പിടിച്ചിരിക്കുന്നു. 1968 ഓഗസ്റ്റ് 28 മാർട്ടിൻ ലൂതർ കിങ് നടത്തിയ ഐ ഹാവ് എ ഡ്രീം, എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസംഗത്തിൻ്റെ ഓരോ വരിയും ഏത് വേദികളിലും ഉദ്ധരിക്കാൻ പാകത്തിലുള്ളതാണ്. കുട്ടികൾ ആ പ്രസംഗം മനഃപ്പാഠമാക്കുന്നത് ഉപകാരപ്രദമായിരിക്കും. ഉദ്ധരണികൾ കാണാപ്പാഠം പഠിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നോക്കി വായിക്കുമ്പോൾ അവയുടെ ഓജസ്സും തേജസ്സും നഷ്ടമാകും. വലിയ ഉദ്ധരണികളാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ കുറിപ്പിൽ നോക്കി പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ അതിൻ്റെ ഒഴുക്ക് തടസ്സപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മാത്രം. തപ്പിത്തടഞ്ഞാൽ ശ്രോതാക്കളെ ആകർഷിക്കാതെ വരും. മറ്റൊരു പ്രധാന കാര്യം, ആളുകൾക്ക് രസിക്കും എന്ന് കരുതി വേദിക്കും സദസ്സിനും ചേരാത്തതും അസഭ്യം നിറഞ്ഞതുമായ ഉദ്ധരണികൾ എടുത്ത് വീശരുത്. ആ പറയുന്ന സമയത്ത് ഒരുപക്ഷെ പ്രേക്ഷകർ അതൊക്കെ ആസ്വദിച്ചേക്കാം. പക്ഷേ പ്രസംഗകൻ എന്ന നിലയിലുള്ള നിങ്ങളുടെ റാങ്ക് താഴേക്ക് പതിക്കും. അപ്പോൾ മറക്കണ്ട, വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ ഉദ്ധരണികൾ ഏതൊരു പ്രസംഗത്തിൻ്റെയും ജീവശ്വാസമാണ്. ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കി ഉദ്ധരണികൾ തിരഞ്ഞെടുക്കാനും പ്രയോഗിക്കാനും കഴിയണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്ത പാഠവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.